ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിലെ 15ാം വാർഷിക ആഘോഷങ്ങൾക്കും ദേശീയ കഥകളി മഹോത്സവത്തിനും തിരശ്ശീല വീണു. ശനിയാഴ്ച രാവിലെ കലാമണ്ഡലം സോമനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടു കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിനെത്തുന്നവരെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങ് പ്രശസ്ത സിനിമാ ഡയറക്ടർ TK രാജീവ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതേ ആദരവോടുകൂടി കോർപ്പറേഷൻ കാണുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ചുരുക്കം ചിലരെ നമുക്ക് അത്തരം നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ അത്ര സ്വഭാവ ഗുണങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ ഈ കഥകളി സ്കൂൾ കാലം ചെല്ലുന്തോറും കേരളത്തിലെ ഇത്തരം കലകൾ അഭ്യസിച്ചിട്ടുള്ള എല്ലാവർക്കും അവരുടെ ഭാവിയിലേക്കുള്ള ഒരു യാത്രയിൽ കഥകളി സ്കൂളുമായി സഹകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം അത്തരത്തിൽ കലയെ വളർത്തുവാനും കലാകാരന്മാരെ സ്നേഹിക്കുവാനും കഴിയുന്ന സംഘടനകളോ വ്യക്തികളോ തീരെ വിരളമാണ് ഈ നാട്ടിൽ എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നീട് ഇതിൻ്റെ ഓരോ വളർച്ചയും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ വേറിട്ടൊരു ക്വാളിറ്റിയും, ഇപ്പം ഞാനൊക്കെ കലാകാലങ്ങളിൽ ടെക്നോളജിയുടെ പുതിയ സങ്കേതങ്ങൾ തപ്പിപ്പോവുകയും അല്ലെങ്കിൽ ആധുനിക തരത്തിൽ പല സ്റ്റേജ് ഇവൻറ്റുകളും അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ V മുരളി അധ്യക്ഷത വഹിച്ചു. അന്നിവിടെ വിദ്യാർത്ഥി സമാജം പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണൻ ഉയർത്തിപ്പിടിച്ചിരുന്നൊരു മുദ്രാവാക്യം, പ്രധാനപ്പെട്ട മുദ്രാവാക്യം, കഥകളി പഠിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകണോ, ഹോട്ടലിലെ തൊഴിലിന് പോകണോ എന്നായിരുന്നു ഗോപാലകൃഷ്ണൻ ഉയർത്തിയ മുദ്രാവാക്യം. വളരെ കഠിനാധ്വാനം കൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ അതിന് കഥകളി സ്കൂളിലൂടെ തികഞ്ഞ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് തന്നെ അതിന് മറുപടി നൽകിയിരിക്കുന്നു കലാകേരളത്തിന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ്. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് റിയാസ് ബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത് മറിമായമാണ്. അതിന് മനോരമ പോലെയുള്ള സ്ഥാപനത്തോടും എൻ്റെ മറിമായത്തിലെ സഹപ്രവർത്തകരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ സ്പോണ്ടേനിയസായിട്ട് പറയേണ്ട ഒരു രീതിയാണ് അവിടുത്തെ അഭിനയിക്കുന്ന രീതി. നമുക്ക് ഡബ്ബിംഗ് ഇല്ല, സ്പോട്ട് ഡബ്ബിംഗ് ആണ്. കഥകളി സ്കൂൾ ഏർപ്പെടുത്തിയിരുന്ന കളിയച്ചൻ പുരസ്കാര ജേതാവ് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയില്ല. നവജീവൻ പുരസ്കാര ജേതാവ് തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെൻട്രൽ ഡയറക്ടർ TK ഗോപാലകൃഷ്ണന് ഡയറക്ടർ TK രാജീവ് കുമാർ അവാർഡ് നൽകി ആദരിച്ചു. കലാനിരൂപകൻ PN നാരായണൻ, നിള വിചാരവേദി പ്രസിഡന്റ് വിപിൻ കുടിയേടത്ത്, ലത കുര്യൻ, കലാമണ്ഡലം ബാർബറ വിജയകുമാർ, കലാമണ്ഡലം വിജയകുമാർ, കലാമണ്ഡലം സുജാത, ശ്രീജ ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കഥകളി സ്കൂൾ മാനേജർ രവീന്ദ്രനാഥ് മേനോൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കോട്ടയ്ക്കൽ, മധു നെടുമ്പള്ളി, രാംമോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഥകളിപ്പദ കച്ചേരിയും കിർമീരവധം കഥകളിയും അരങ്ങിലെത്തി. ഇതോടെ 3 ദിവസം നീണ്ടുനിന്നിരുന്ന ദേശീയ കഥകളി മഹോത്സവത്തിന് തിരശ്ശീല വീണു. VCV ന്യൂസ് ചെറുതുരുത്തി.